ഹലോ എവറി വൺ, ദിസ് ഈസ് ജസൻ വർക്കീസ്. ആദ്യമേ തന്നെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് തമ്പുരാൻ നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ ഉള്ള തിരുവചനങ്ങളാണ്. അതാദ്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇന്ന് ഈ ഒരു വചനഭാഗം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ തമ്പുരാൻ നൽകുമ്പോൾ, ഈ ഒരു വചനഭാഗത്തിലൂടെ എന്താണ് കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചു നോക്കുക. തമ്പുരാൻ ഇവിടെ പറയുകയാണ്, ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരാം, നമ്മൾ ബാങ്കിൽ ഒരുപാട് സേവിങ്സ് കൂട്ടിവെക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ശമ്പളത്തിൻ്റെ മിച്ചം നമ്മൾ ബാങ്ക് സേവിങ്സ് ആയിട്ട് നമ്മൾ മാറ്റും. പലരും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ കാര്യങ്ങളാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് സമ്പത്തിൻ്റെ കാര്യവും ഇതിൽ ഒരു ഘടകമാണെങ്കിലും അത് മാത്രമായിട്ട് ഈ വചനഭാഗത്തെ ചുരുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് ഇവിടെ ജീവിതത്തിൻ്റെ എല്ലാ തലത്തെയും ഒരേപോലെ ബന്ധപ്പെടുത്തിയാണ് തമ്പുരാൻ ഈ വചനം അരുളി ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വചനത്തിലേക്ക് നമ്മളുടെ ഹൃദയത്തെ അതിൻ്റെ ആ ഒരു ഇൻഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് എന്താ, തമ്പുരാൻ നമ്മളിൽ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന മനോഭാവം എന്താ. അതായത് തമ്പുരാൻ ഇവിടെ പറയുകയാണ്, ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കരുത് എന്ന് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ക്ലിയർ കട്ടാണ്. ഭൂമിയിലെ ഒരു വസ്തുക്കളും ആഗ്രഹിച്ച് എനിക്ക് ഇന്നത് വേണം, എനിക്ക് അത് വേണം, അതുണ്ടെങ്കിലേ പറ്റൂ എന്നൊരു മനോഭാവം നമ്മളിൽ രൂപപ്പെടുത്തി എടുക്കരുത്. അത് പിശാചിൻ്റെ കളിയാണ്. അങ്ങനെയുള്ള ആ ഒരു ലോകത്തിലെ വസ്തുക്കളിൽ മനസ്സ് വെക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ പിശാചിന് വേഗം കീഴ്പ്പെടുത്താൻ പറ്റും. അവന് വേഗം ഡിപ്രഷനിലേക്ക്, നിരാശയിലേക്ക്, ലഭിക്കാത്ത ആ ഒരു തൃപ്തിയില്ലാത്ത ജീവിതമായിട്ട് അവൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പിശാചിന് വേഗത്തിൽ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ ഉള്ള ആ ഒരു കെട്ടിലേക്ക് പോയി പെടരുത് എന്ന് തമ്പുരാൻ നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. എന്ന് വെച്ചാൽ ഇവിടെ പറയുകയാണ്, ലോകത്തിലുള്ള ഒരു വസ്തുക്കളിലും, സമ്പത്തായിക്കോട്ടെ, ഫെയിം ആയിക്കോട്ടെ, മറിച്ച് എന്ത് ലോകത്തിൻ്റെ പ്ലഷേഴ്സ് ആയിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, ആൾക്കാരായിക്കോട്ടെ, ഒന്നിലും നിങ്ങൾ മനസ്സ് വെക്കരുത്. മറിച്ച് നമ്മൾ മനസ്സ് വെക്കേണ്ടത് ആരിലാണ്? ഈശോയിൽ മാത്രമായിരിക്കണം, വചനത്തിൽ മാത്രമായിരിക്കണം. വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്നാണ് തമ്പുരാന് നമ്മളെ പറ്റിയുള്ള തിരുഹിതം. അതായത് നമ്മൾ ഒരു കാര്യം തമ്പുരാനോട് പ്രാർത്ഥനയിൽ സംസാരിക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അത് വേണം തമ്പുരാൻ, എൻ്റെ ഇതാണ്, എനിക്ക് ആവശ്യമാണ്, നടത്തി തരണമേന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ, അപ്പം അങ്ങേക്ക് എന്നെ പറ്റിയുള്ള ഇഷ്ടം എന്താ, അത് നിറവേറ്റണം. ഈശോ പറഞ്ഞില്ലേ, അപ്പം എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം നിറവേറും. ഇതേപോലെ നമ്മളെല്ലാവരും മക്കളാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് യോഗ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തമ്പുരാൻ്റെ യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പിതാവിനോട് ആവശ്യപ്പെടുന്നത്, അപ്പം അങ്ങയുടെ ഇഷ്ടം അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകുക, വി ആർ സാറ്റിസ്ഫൈഡ്, അത് മതി ഞങ്ങൾക്ക് എന്ന് പറയണം. ലോകത്തിൽ ഒരിതിലും മനസ്സ് വെക്കേണ്ട, മറിച്ച് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടി വെക്കാനും തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്. സ്വർഗത്തിൽ എങ്ങനെ നിക്ഷേപം കൂട്ടിവെക്കുന്നത്? അതായത് ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു കാര്യം പറയാം. അതായത് നമ്മൾ തമ്പുരാന് വേണ്ടി ഒരു ചെറു വിരൽ അനക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. സ്വർഗം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഒരു ചെറുവിരൽ അനക്കുന്നുണ്ടെങ്കിൽ തമ്പുരാന് വേണ്ടി അതിന് പ്രതിഫലം ലഭിക്കുമെങ്കിൽ നീ ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ
എത്രത്തോളം എല്ലാത്തിനും പ്രതിഫലം കിട്ടും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഈ പ്രതിഫലം കിട്ടും എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് പിശാച് കുറച്ച് ലോകത്തിൻ്റെ കുറേ ആഗ്രഹങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി ഇൻബിൽട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ വരുന്ന തോട്ട്സ് എന്തായിരിക്കും? അതായത് ഈ കാര്യങ്ങൾ നടക്കും, ഇതാണ് ദൈവത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്നായിരിക്കും നമ്മൾ ഉള്ളിൽ വരുന്ന തോട്ട്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അങ്ങനെയല്ല. തമ്പുരാൻ്റെ വഴികൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല തമ്പുരാൻ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത്. മനസ്സിലായോ? മനുഷ്യർക്കുള്ള ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തമ്പുരാൻ നമ്മളുടെ വഴിയെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നടത്തിത്തരണം. അല്ല, അതൊരു കറക്റ്റായിട്ടുള്ള സ്പിരിച്വാലിറ്റി അല്ല. തമ്പുരാൻ പോകുന്ന വഴിയെ പോകാൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് കറക്റ്റ് സ്പിരിച്വാലിറ്റി. ഈശോയുടെ പുറകെ നമ്മൾ പോകുന്നു, അല്ലാതെ നമ്മൾ പോകുന്ന വഴിയെ ഈശോ വരണം എന്നുള്ളതല്ല കറക്റ്റ് സ്പിരിച്വാലിറ്റി. ആ ഈശോ വരും, നമ്മളുടെ പുറകെ വരും, നമ്മളെ പുറകെ വന്ന് നമ്മളെ പൊക്കിയെടുക്കും, നമ്മളെ അടുത്ത് നമ്മളെ എടുത്തുകൊണ്ട് പോകും, സ്നേഹിക്കും, ലാളിക്കും, എല്ലാം ചെയ്യും. ഈശോ വരും. പക്ഷെ നമ്മൾക്കുണ്ടാവേണ്ട മനോഭാവം എന്താ? ഞാൻ എൻ്റെ ഈശോയുടെ പുറകെ പോകും, ഈശോയുടെ കൂടെ പോകും, ഈശോ പറയുന്ന കാര്യങ്ങൾ, ഈശോയുടെ കൽപ്പനകൾ ഞാൻ പാലിക്കും. ഇതാണ് നമുക്കുണ്ടാവണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം. അപ്പോൾ ഇവിടെ പറയാം, നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അതായത് നമ്മളുടെ ഹൃദയം ഫസ്റ്റ് എവിടെയാണ്, അവിടെയാണ് നമ്മളുടെ നിക്ഷേപം. അതായത് ലോകത്തിൻ്റെ കാര്യങ്ങളിലാണ് നമുക്ക് കൂടുതലും ആഗ്രഹങ്ങൾ ഇത് വരുന്നതെങ്കിൽ നമുക്ക് സ്വർഗത്തെ അല്ല നമ്മൾ നോക്കുന്നത് എന്നാണ് അതിൽ തന്നെ ക്ലിയറാണ്. അതുകൊണ്ട് നമുക്കത് ഒരു പരിശ്രമം, പതിയെ ഇത് നമുക്ക് ഒറ്റയടിക്ക് നേടിയെടുക്കാമോ എന്ന് ചോദിച്ചാൽ, നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള ഒരു സ്ഥിരമായ ഒരു ആശ്രയം, എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞ് എല്ലാ കാര്യത്തിലും ആശ്രയിക്കുക. നിരന്തരം നമ്മളുടെ പരിശ്രമങ്ങൾ നിർത്തരുത്. ഡോണ്ട് ഗീവ് അപ്പ്. അപ്പോൾ എപ്പോഴും ആ ഒരു നിർത്തിപ്പോകുന്ന ഒരു ഇത് വരും. അത് ഒരിക്കലും നമ്മളിൽ നിന്നുണ്ടാവരുത്. എത്ര തോറ്റാലും വീണ്ടും എണീക്കാനുള്ള ഒരു മനോഭാവം, അത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. മാമോദിസ വഴി നമ്മളിലേക്ക് പകരപ്പെട്ട പരിശുദ്ധാത്മാവ് അത് നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ പലരുടെ ഉള്ളിലും അത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉറക്കിയിട്ടേക്കുക. ആ പരിശുദ്ധാത്മാവ് കത്തണം. ആ കത്താൻ വേണ്ടിയിട്ടുള്ള കത്തിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് പരിശുദ്ധ ദൈവവചനത്തിലൂടെ കത്തിക്കണം. പ്രാർത്ഥന കത്തിക്കണം. പരിശുദ്ധ കുർബാന കത്തിക്കണം. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിനെ ഉണർത്തി പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവീക ദാനങ്ങൾ, ദൈവിക വരങ്ങൾ, ദൈവിക ശക്തി പുറപ്പെടാനായിട്ട് ആരംഭിക്കും. നമ്മൾക്ക് സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നമ്മൾക്ക് അതിലൂടെ സാധിക്കും. തമ്പുരാന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, എങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം, അതായത് ഒരു ആളെ സഹായിക്കുന്നത് മുതൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കിട്ടും, നമ്മൾ തമ്പുരാൻ്റെ ആ സ്വർഗരാജ്യത്തിന് വേണ്ടി എന്തൊക്കെ സഹനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ, അതായത് പറയുന്ന പോലെ എളുപ്പമല്ല. തമ്പുരാന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണെങ്കിലും അത് ജീവിതത്തിലേക്ക് ഒരു പ്രാവർത്തികമാക്കി മാറ്റാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതിന് കുറച്ചൊരു വലിയ സമർപ്പണം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമർപ്പണമുള്ള ജീവിതം നയിക്കുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന പല സന്ദർഭങ്ങളും വരും. പക്ഷെ അപ്പോഴും സമചിത്തത വലിച്ച് ഒരു സ്ഥിരതയോടെ കർത്താവിന് വേണ്ടി നിൽക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ നമുക്ക് പറയാം, തമ്പുരാനെ എല്ലാം നിന്നോടുള്ള ഇഷ്ടത്തെ പ്രതിയാണ്, ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല, നീ മതി അപ്പാ, നീ മതി. ഇങ്ങനെ പറയുന്ന ഈ ഒരു മനോഭാവത്തിൽ എപ്പോഴും പറയണം, ഇതെല്ലാം സ്വർഗത്തിൽ നമ്മളുടെ നിക്ഷേപങ്ങളായി തമ്പുരാൻ മാറ്റിയിടുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക. ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അവസരവും സ്വർഗത്തിലുള്ള നിക്ഷേപങ്ങളാക്കി മാറ്റുക. ഒരാൾ വന്ന് തെറി പറയുന്നു, തിരിച്ച് തെറി പറഞ്ഞ് ആ നിക്ഷേപം നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാവുന്ന ആ നിക്ഷേപം വെറുതെ വേസ്റ്റാക്കി കളയരുത്. തിരിച്ചു തെറി പറയില്ല, അവനെ ബ്ലസ് ചെയ്യ്. തമ്പുരാനെ മകനെ അനുഗ്രഹിക്കണേ, കരുണ കാണിക്കണമേ, അവനറിയത്തില്ല, അവന് തെറ്റാണ് ചെയ്യുന്നത്, അങ്ങൊന്ന് മാറ്റിയെടുക്കണമേ, അവനൊന്ന് നേർവഴിക്കാക്കണമേ എന്ന് പറഞ്ഞിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കും. അത് നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപമായി മാറുന്നു. നമ്മളെ ശപിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ അത് സ്വർഗത്തിൽ നിക്ഷേപമായി മാറുന്നു. മനസ്സിലായി? നമ്മൾ പറഞ്ഞില്ല, നമ്മളെ ആരെങ്കിലുമൊക്കെ വഞ്ചിക്കുമ്പോൾ, ചതിക്കുമ്പോൾ എല്ലാം നമ്മൾ അവരെ പരാതിപ്പെടാതെ, അവരെ കുറ്റം പറയാതെ, അങ്ങനെ ശപിക്കാതെ, തിരിച്ച് അങ്ങനെ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കാതെ
മറിച്ച് അവരെ അനുഗ്രഹിക്കുമ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് മാറുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഇന്നത്തെ ദിവസത്തെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും അങ്ങേക്കുള്ളതാകുന്നു. അപ്പ, മുന്നോട്ടുള്ള വഴികളിൽ അങ്ങയുടെ നിരന്തരമായ സഹായം, അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ ഈ മക്കളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പ, ഞങ്ങളുടെ ഹിതമല്ല, ഞങ്ങളുടെ അപ്പായുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വഴി അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ കൃപയോടെ കൈക്കൊണ്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. അപ്പോൾ നമുക്കിനിയും കാണാം. അപ്പം വചനം വായിക്കുക, ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറുക. ഗോഡ് ബ്ലെസ് യു.